ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ അവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു 4 ഭാഗം ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു സ്ക്വയർ പീസായിട്ട് നമുക്കതിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഞാൻ ബാക്കി എല്ലാതും സെയിം രീതിയിൽ തന്നെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള പഴമാണ്. അപ്പോൾ പഴം ഞാനിത് അവിടെ ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല വണ്ണമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല, 4ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യം മുതലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ പഴക്കഥ അവിടെ അത്യാവശ്യം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിനെ പാനിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനിത് അവിടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി കിട്ടണത് വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തതായി നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ പഴം വലിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുത്താലും മതിയാവും. ഇനി നമ്മുടെ പഴം വാട്ടിയെടുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ ഞാൻ ഒന്നും കൂടെ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രെയിമാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മുട്ടയും പഴം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സെൻറ്ററിലെ പീസ് ഇതിന് മുകളിൽ തന്നെ വെച്ച് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ആ ഒരു മുട്ടയുടെ നനവിലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ പീസ് അതിൽ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടും. ഇനി ഒരു സൈഡൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ലുക്കിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പഴവും മുട്ടയും ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റാണിത്. അപ്പോൾ ഇന്ന് ഒരേ രീതിയിൽ ബ്രെഡ് ടോസ്റ്റൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചായ തിളക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക.